ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ അതുപോലെ നേരത്തെ എണീറ്റു. മണിക്കൂട്ടിന് 6 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ മണിക്കൂട്ടിന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ട്യൂഷന് പോയി. അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോഴേക്കും അടുക്കളയിലെ പകുതി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ മീൻകറിയൊക്കെ ഉണക്കമീനായിരുന്നു കറി വെച്ചിട്ടുണ്ടായിരുന്നത്, അത് കാച്ചിയെടുത്തു. അതിനുശേഷം പിന്നെ ഉപ്പേരിക്ക് കടലയായിരുന്നു. അപ്പോൾ അങ്ങനെ കടലയും കാച്ചിയെടുത്തു. അപ്പോൾ കടലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. ഊറ്റി കളഞ്ഞൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കടലുപ്പേരിയിലെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു. നല്ല ഉപ്പേരിയാണ്. അതും കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പുട്ടിന് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ആവി പോയതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉണക്കമീൻ ഞാൻ കുറച്ച് വറുക്കാനായിട്ട് മുളകും പൊടിയും പിന്നെ ഉപ്പ് അധികം തിരുമ്പിയില്ല, എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉപ്പുണ്ടായിരുന്നു, അതൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണക്കമീൻ വറുത്തെടുത്തതിന് ശേഷം ഞാൻ കടലുപ്പേരി ഒരു പാത്രത്തിലേക്ക് പകർത്തി കൊടുത്തു. അപ്പോൾ അങ്ങനെ കടലുപ്പേരിയും പുട്ടും ഉണക്കമീൻ കറിയും പിന്നെ മീൻ വറുത്തതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വാവച്ചിക്കും മണിക്കൂട്ടനും ഇങ്ങനെ കടലുപ്പേരി വെക്കുന്നതാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അവർ ഇങ്ങനത്തെ കടലുപ്പേരി ആയാലും പുട്ടൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ആക്കിയെടുത്തു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായി കാരണം മണിക്കൂട്ടന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു 12:30 വരെയുള്ളൂ ഞാൻ വീട്ടിൽ വന്നിട്ട് ചോറുണ്ടോണ്ടെന്ന്. അപ്പോൾ വാവച്ചിക്കാണെങ്കിൽ സ്കൂളും ഇല്ല. അപ്പോൾ ഞാനും വിജയശേട്ടനും മാത്രമാണ് ചോറാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വിജയശേട്ടനും എനിക്കും ചോറാക്കി. അതിന് ശേഷം ഞാൻ തലേദിവസം തന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. വൈകുന്നേരം അങ്ങനെ അരക്കലില്ല. എന്താണെന്ന് വെച്ചാൽ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ കാലത്ത് ജോലിക്ക് പോണേക്കാളും മുമ്പ് അരച്ച് വയ്ക്കും. അപ്പോൾ വൈകുന്നേരത്തേക്ക് നന്നായി പൊന്തി വരും. അപ്പോൾ മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായി കലക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കും. മഴക്കാലമായ കാരണം അപ്പോൾ നന്നായി പൊന്തി വരും. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്സി തുടച്ച് തിണ്ടൊക്കെ തുടച്ചിട്ടതിന് ശേഷം അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴുകിയിട്ടതിന് ശേഷം ജോലിക്ക് പോവുകയാണ്. അപ്പോൾ വിജയശേട്ടൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ വിജയശേട്ടൻ പണിക്ക് പോവും, എന്നെ അവിടെ ഇറക്കി തന്നിട്ട്. അപ്പം അങ്ങനെ ജോലിക്കൊക്കെ പോയി. പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നേരെ ഞാൻ അമ്മേനെ കാണാനാണ് വന്നത്. അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. കാലിലെ പ്ലാസ്റ്ററൊക്കെ വെട്ടി എന്നിട്ട് പട്ടീസ് ചുറ്റിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മ വേഗം കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ തന്നു. പിന്നെ പഴമൊക്കെ പുഴുങ്ങിയത് തന്നു. എന്താണെന്ന് വെച്ചാൽ ചേച്ചിയും പാറുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മേനെ കാണാൻ. അപ്പോൾ അവർ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. അപ്പം അമ്മ അതൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. വിജയശേട്ടനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആൾക്ക് കറണ്ട് ഇല്ലാത്ത കാരണം പണി ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അപ്പം അങ്ങനെ അമ്മോട് ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ പോകുന്നു. പോരുന്ന വഴിക്ക് മീനൊക്കെ വാങ്ങിച്ചു. അപ്പം നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ മഴ. അപ്പോൾ മഴയൊന്ന് കണ്ടാലോ. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് മഴ കണ്ടു. പിന്നെ മണിക്കൂട്ടന് വാവിച്ചൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ ചെയ്തു. അപ്പം മേശയൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ മണി പ്ലാന്റ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതിന് വേരുകൾ വന്നാൽ അത് മണ്ണിലേക്ക് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മേശയൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുള്ള സ്റ്റാൻഡിൻ്റെ അടിയും പിന്നെ ടി-വിയുടെ സ്റ്റാൻഡിൻ്റെ അടിയും എല്ലായിടത്തും നന്നായി തുടച്ചെടുത്തു. മഴക്കാലമായാലും നിറച്ച് പൊടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വീട് ടൈലൊന്നും ഇടാത്ത കാരണം എത്ര അടിച്ചാലും തുടച്ചാലും പൊടിയൊന്നും പോവില്ല എന്ന്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞു, നീ വേഗം അടിച്ചു വാരി തുടച്ചിട്ടോ, വാവിച്ച് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ വിളക്ക് വെച്ചോളൂ എന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ മേലി കഴുകി കഴിഞ്ഞാൽ മീൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ചാള, അപ്പോൾ അത് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലെല്ലാം. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മീൻകറി, കാലത്തത്തെ മീൻകറി ഉണക്കമീൻ്റെ കറിയൊക്കെ ഉണ്ട്, അതൊക്കെ ചൂടാക്കി വെക്കണം. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ കാലത്ത് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുത്ത് വെച്ചു. മിക്സിയുടെ ജാറും പിന്നെ അത്യാവശ്യം ഡവറകളും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പാത്രങ്ങളും പിന്നെ മക്കളോട് വാവച്ചിയോട് ഞാൻ പറയും, വാവച്ചിയോട് പാത്രങ്ങളൊന്നും കഴുകണ്ട, ബാക്കി അടിച്ചു വാരില്ല, അങ്ങനത്തെ പണികളൊക്കെ അവൾ ചെയ്യും, പാത്രങ്ങൾ ഞാൻ വന്നിട്ട് കഴുകാമെന്ന് പറയും. അപ്പോൾ ആ പാത്രം അവർ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകിയെടുത്തു. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കാലത്തത്തെ മീൻകറിയൊക്കെ ചൂടാക്കി. അപ്പോൾ എനിക്ക് മീൻകറി ചൂടാക്കി അതൊരു പാത്രത്തിൽ പകർത്തി വെച്ചാൽ പിന്നെ എനിക്ക് ഈ ചട്ടിയിൽ ചാള കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വാവച്ച് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആൾ വേഗം വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ആൾ വരുമ്പോഴേക്കും ഞാൻ വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻകറിയൊക്കെ ചൂടായി വന്നതിന് ശേഷം അത് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. അപ്പോൾ ചാള വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് ഇന്ന് തന്നെ കറി വെച്ച വിജയശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് കറണ്ട് ഇല്ലാത്ത കാരണം പണി ഉണ്ടായിരുന്നില്ല, നാളെ പണി ഉണ്ടാവും, അപ്പോൾ ചോറ് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ചാള ഇന്ന് കറി വെച്ചാൽ പിന്നെ നാളേക്ക്
എനിക്ക് സുഖമായില്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അത് കാരണം വേഗം ചാള കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാപ്പിയൊക്കെ കുടിച്ചു. മണിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചാള കറി വെക്കാനായിട്ട് അത് ഞാൻ ചട്ടിയൊക്കെ കഴുകിയെടുത്തിട്ട് അതിലിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു. എന്നിട്ട് ഞാൻ നാളികേരമൊക്കെ ചിരകിയിട്ട് ദോശയ്ക്കുള്ള ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുകയാണ്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാമ്പാറും ഈ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അവർ ദോശ കഴിച്ചോളും. അപ്പം അങ്ങനെ ചമ്മന്തിയൊക്കെ എടുത്ത് അരച്ച് പാത്രത്തിലാക്കി വെക്കുമ്പോഴേക്കും മണിക്കൂട്ടൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വിജേഷേട്ടൻ എന്താ വൈകിയത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു, അത് കാരണം വൈകിയത് എന്നൊക്കെ ആൾ പറയായിരുന്നു. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ വേഗം സാമ്പാറൊക്കെ തിളപ്പിച്ച് പിന്നെ കാലത്ത് നമ്മൾ അരച്ച് വെച്ച ദോശമാവിൻ്റെ അവസ്ഥ ഒന്ന് കണ്ട നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ നന്നായിട്ട് കയ്യിലുകൊണ്ട് നന്നായി എന്താ പറയുക മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തിരി കട്ടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ദോശയ്ക്ക് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ 2 പേർക്കും നന്നായിട്ട് കനം കുറച്ച ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ നന്നായി കനം കുറച്ച് തന്നെ ഞാൻ പരത്തിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ ദോശയൊക്കെ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യൊക്കെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 പേരും നന്നായി വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടതല്ലേ. പിന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ കാപ്പി ഉണ്ടാക്കിയപ്പോൾ അത് 2 പേരും ഓരോ ഗ്ലാസ് കുടിച്ചു. പിന്നെ വേറെ ഒന്നും ഞാൻ കൊടുത്തില്ല, എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ പിന്നെ അവർ വേറെ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂടിയിട്ട് അവർക്ക് 3 പേർക്കും ഞാൻ കൊടുത്തു. വിജേഷേട്ടനും മണിക്കൂട്ടനും വാവിച്ചിക്കും കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പലിഞ്ഞതിനുള്ള ചാളയായിരുന്നു. അപ്പം നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ പോലെ എനിക്ക് തോന്നി. എന്നാലും ചെതമ്പലൊക്കെ കളയാനൊക്കെ എളുപ്പം തന്നെയായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ 3 മീൻ മാത്രം വറക്കാനായിട്ട് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചാൽ വിജേഷേട്ടൻ നാളെ പണിക്ക് പോകുമ്പോൾ ചോറ് കൊടുത്ത് വിടുമ്പോൾ മീൻ വറുത്തത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള മീനൊക്കെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല കേട്ടോ, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് എടുത്തതിന് ശേഷം പുളിയൊക്കെ പിഴിഞ്ഞിട്ട് നാളികേരമൊക്കെ അരച്ച് അടുപ്പത്ത് വെച്ചു. അപ്പം അങ്ങനെ മീൻകറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഞാൻ മീൻകറിയൊക്കെ കാച്ചിയെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മീൻകറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ എരിവ് വേണമെങ്കിൽ അത്യാവശ്യം എരിവും കിട്ടും. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ കാച്ചി ഒഴിച്ചതിന് ശേഷം മീൻകറിയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ 3 മീൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ 2 മീൻ മാറ്റി വെച്ചിട്ട് 1 മീൻ ഞാൻ വറുത്തെടുത്തിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ദോശ ഇതൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമല്ല, എനിക്ക് ചോറാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ 1 മീനൊക്കെ വറുത്ത് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട്